Praise the Lord. Hallelujah. Thank you, Holy Spirit. Thank you, Father. Hallelujah. Stop. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഈ പകൽക്കാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. റോസ് പ്രയർ ഫാമിലി ഫേസ്ബുക്കിലൂടെ ഇന്ന് പകൽക്കാലം ദൈവവചനം ശുശ്രൂഷിപ്പാൻ ദൈവമായ കർത്താവ് ജീവിതത്തിൽ നൽകുന്ന നല്ല അവസരത്തെ ഓർത്ത് കർത്താവിന് നന്ദി പറയുന്നു. ഈ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയ്ക്കായി എന്നെ ക്ഷണിച്ച റോസ്ലീൻ ആൻറ്റിയോടുള്ള നന്ദി അറിയിക്കുന്നു. മറ്റ് അഡ്മിനായിരിക്കുന്ന കർത്തദാസിമാരോടുള്ള നന്ദി ഇന്ന് പകൽക്കാലം അറിയിക്കുന്നു. ഈ ഫേസ്ബുക്ക് പേജിലൂടെ അനേക ദൈവദാസിമാരിലൂടെ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിനെക്കുറിച്ചുള്ളതായ ആഴമേറിയ കാതലായ സത്യങ്ങൾ, വചനങ്ങൾ നാം കേട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. ഒന്നുകൂടൊന്ന് കർത്താവിനോട് ചേർന്ന് നിൽപ്പാൻ, ഒരുങ്ങുവാൻ ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകിത്തരുന്ന നല്ല അവസരത്തിനായിട്ട് നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുന്നു. അല്പനേരത്തെ ദൈവവചന ചിന്തയ്ക്കായിട്ട് യോഹന്നാൻ എഴുതിയ സുവിശേഷം 21-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം, അതിൻ്റെ 9ഉം 10ഉം വാക്യങ്ങൾ വായിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. കരയ്ക്ക് ഇറങ്ങിയപ്പോൾ അവർ തീക്കനലും അതിന്മേൽ മീൻ വെച്ചിരിക്കുന്നതും അപ്പവും കണ്ടു. യേശു അവരോട്, ഇപ്പോൾ പിടിച്ച മീൻ ചിലത് കൊണ്ടുവരുവീനെന്ന് പറഞ്ഞു. ശിമോൻ പത്രോസ് കയറി 153 വലിയ മീൻ നിറഞ്ഞ വല കരയ്ക്ക് വലിച്ചു കയറ്റി. അത്ര വളരെ ഉണ്ടായിരുന്നിട്ടും വല കീറിയില്ല. യേശു അവരോട്, വന്ന് പ്രാതൽ കഴിച്ചുകൊള്ളുവീൻ എന്ന് പറഞ്ഞു. പരിശുദ്ധ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട വേദവാക്യത്തിനായി ഞങ്ങൾ സ്തോത്രം. ദൈവം ഞങ്ങളോട് സംസാരിക്കണമേ. കേൾക്കുന്ന വചനങ്ങൾ, ആലോചനകൾ ഞങ്ങളുടെ ആത്മീക മനുഷ്യന് അനുഗ്രഹമായി തീരുവാൻ, കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും അത് വിടുതലിനും നന്മയ്ക്ക് കാരണമായി തീരുവാൻ സ്വർഗത്തിലെ കർത്താവ് സഹായിക്കണം എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷയ്ക്കായി അവിടുന്ന് എന്നെ ഒരുക്കിയാലും പരിശുദ്ധാത്മാവാം ദൈവം തുണനിന്നാലും യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും സുപരിചിതമായ ഒരു വേദഭാഗമാണ് ഇന്ന് പകൽക്കാലം വായിക്കുവാൻ ഇടയായത്. അതിൻ്റെ പശ്ചാത്തലമൊക്കെ നമുക്ക് വ്യക്തമായിട്ടറിയാം. കർത്താവായ യേശു ക്രിസ്തു സ്വർഗാരോഹണം ഉയർത്തെഴുന്നേറ്റ ശേഷം പല പ്രാവശ്യം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുവാനിടയായി. ഈ 21-ാം അധ്യായത്തിൽ അതിലെ 1 മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, അതിനുശേഷം യേശു പിന്നെയും തിബരിയാസ് കടൽക്കരയിൽ വെച്ച് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായത് ഈ വിധമായിരുന്നു. ശീമോൻ പത്രോസും ദിദിമോസ് എന്ന തോമാസും ഗലീലയിലുള്ള കാനായിലെ നദനിയേലും സബദി മക്കളും അവന്റെ ശിഷ്യന്മാരിൽ വേറെ 2 പേരും ഒരുമിച്ച് കൂടിയിരുന്നു. ശീമോൻ പത്രോസ് അവരോട്, ഞാൻ മീൻ പിടിപ്പാൻ പോകുന്നു എന്ന് പറഞ്ഞു. ഞങ്ങൾ പോരുന്നു എന്ന് അവർ പറഞ്ഞു. അങ്ങനെ മീൻ പിടിക്കുവാൻ വേണ്ടി വീണ്ടും അവർ പോകുകയാണ്. ചില വർഷങ്ങൾ കഴിഞ്ഞ ശേഷമാണ് യേശുക്രിസ്തു ജീവനോടുകൂടെ മനുഷ്യനായി ഈ ഉലകത്തിലായിരുന്നപ്പോൾ ശിഷ്യന്മാർ യേശുവിനെ പിൻപറ്റി. എന്നാൽ യേശുക്രിസ്തു
ക്രൂശിക്കപ്പെട്ട് കഴിഞ്ഞ ശേഷം ആ സമയങ്ങളിൽ അവിടെ നടക്കുന്ന സാഹചര്യങ്ങൾ അവർക്ക് ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞില്ല. ഞങ്ങളുടെ നായകൻ, ഞങ്ങളെ വിളിച്ചവൻ, ഞങ്ങളെ വേർതിരിച്ചവൻ ഇപ്പോൾ ഇല്ലല്ലോ എന്നുള്ളതായ ചിന്താഭാരം അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നതിന്റെ ഫലമായി അവര് ഉപേക്ഷിച്ച, വേണ്ട എന്ന് വെച്ച ആ ജോലിയിലേക്ക് മടങ്ങിപ്പോകുന്നതാണ് 21-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ യേശുക്രിസ്തു അവരെ വിട്ടില്ല. അവരുടെ അടുക്കലേക്ക് യേശു കടന്നു ചെല്ലുകയാണ്. അവർ പിന്മാറിപ്പോയല്ലോ, അവരെന്നെ മറുതലിച്ചുവല്ലോ, വിട്ടുകളഞ്ഞതിലേക്ക് അവരെ തിരികെ പോയല്ലോ എന്ന ചിന്തയിൽ യേശു അവരെ അനുഗമിക്കാതെ, അല്ലെ വീണ്ടും കടന്നു എന്ന് വിളിക്കാതെ ഇരുന്നില്ല. വീണ്ടും യേശു അവരെ തേടിപ്പോകുകയാണ്. അവരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതുമുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല എന്ന് അവർ ഉത്തരം പറഞ്ഞു. അപ്പൊ അവർ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല എന്ന് നമുക്കവിടെ കാണുവാൻ കഴിയുന്നു. ലൂക്കോസിന്റെ സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോൾ ഇതേപോലെയുള്ള ഒരു സാഹചര്യത്തിലാണ് പത്രോസിനെ ദൈവം തെരഞ്ഞെടുക്കുന്നത്. രാത്രി മുഴുവനും അധ്വാനിച്ച ശേഷം ഒന്നും ലഭിക്കാതെ പടകവും വലയും കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ സുവിശേഷം പറയുവാൻ യേശു പടക് ചോദിച്ചു. യാതൊരുവിധ മടിയും കൂടാതെ യേശുവിന് പടക് പത്രോസ് വിട്ടുകൊടുത്തു. അതിന്റെ പ്രതിഫലം ദൈവം ആ പടകിൽ പത്രോസിന് നൽകി. ആഴത്തിലേക്ക് വലയിറക്കുക എന്ന് യേശു അവരോട് പറഞ്ഞപ്പോൾ ആഴത്തിലേക്ക് വലയിറക്കി. പെരുത്ത മീൻകൂട്ടം വലയ്ക്കുള്ളിൽ അകപ്പെടുവാനിടയായി. അപ്പൊ യേശുവിന് വേണ്ടി എന്തെങ്കിലും വിട്ടുകൊടുത്താൽ അതിന് പ്രതിഫലമുണ്ട് എന്നുള്ളത് ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളും മറന്നു കളയരുത്. യേശു ആർക്കും കടക്കാരനല്ല. യേശുവിന്റെ നാമത്തിൽ എന്തെങ്കിലും ചെയ്താൽ യേശു അതിന് പ്രതിഫലം കൊടുക്കുന്ന കർത്താവാണ്. അതുകൊണ്ട് അല്പനേരം സുവിശേഷം പറയുവാൻ, വചനം സംസാരിക്കുവാൻ, പുരുഷാരത്തോട് വചനം സംസാരിക്കുവാൻ പത്രോസ് പടക് വിട്ടുകൊടുത്തപ്പോൾ ആ പടകിനെ യേശു നിറയ്ക്കുവാനിടയായിട്ടു. പ്രൈസ് ദി ലോർഡ്. ഒരു നിറവ് കിട്ടുമെന്നുള്ള വിചാരത്തിലല്ല, പടക് നിറയും എന്നുള്ള വിചാരത്തിലല്ല, വല നിറയും എന്നുള്ള വിചാരത്തിലല്ല, എന്തെങ്കിലും കിട്ടും എന്നുള്ള വിചാരത്തിലല്ല പത്രോസ് പടക് കൊടുത്തത്. പക്ഷെ എന്റെ കർത്താവ് വിശ്വസ്തനാണ്. ഹല്ലേലൂയ. ആ പടകിനെ നിറയ്ക്കുവാൻ, വലയെ നിറയ്ക്കുവാൻ എന്റെ കർത്താവിന് പ്രസാദം തോന്നി. ഒന്നും പ്രതീക്ഷിച്ചല്ല ഇറങ്ങിത്തിരിച്ചത്. ഒന്നും പ്രതീക്ഷിച്ചല്ല ആരാധനയ്ക്കും പ്രാർത്ഥനയ്ക്കുമായി വീട് വിട്ടുകൊടുത്തത്. ഒന്നും പ്രതീക്ഷിച്ചല്ല അതിൽ സൽക്കാരം നടത്തിയത്. ഒന്നും പ്രതീക്ഷിച്ചല്ല സുവിശേഷ വേലയ്ക്ക് വേണ്ടി നന്മ സാമ്പത്തികം കൊടുത്തത്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാ പറയുന്നു, ആമേൻ, പ്രതിഫലം നൽകുവാൻ നമ്മുടെ കർത്താവ് വിശ്വസ്തനാണ്. ഒന്നും പ്രതീക്ഷിക്കാതെ കർത്താവിന് വേണ്ടി നിൽക്കുന്നവരെ, കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുന്നവരെ, ആമേൻ, അതിൽ സൽക്കാരം ചെയ്യുന്നവരെ, ദാനധർമ്മം കൊടുക്കുന്നവരെ, ഇന്ന് പകൽക്കാലം നിങ്ങളുടെ പ്രവർത്തികളെ മാനിക്കുന്ന ഒരു ദൈവം, പ്രവർത്തിക്ക് യോഗ്യമായ നിലയിൽ നന്മകൾ നൽകി ആദരിക്കുന്ന ഒരു ദൈവം ഇന്ന് പകൽ നമ്മോട് കൂടെയുണ്ട്. നമ്മുടെ ശൂന്യതകളെ അറിയുന്ന ദൈവമാണ്. നമ്മുടെ ഇല്ലായ്മകളെ അറിയുന്ന ദൈവമാണ്. ഇന്ന് പകൽക്കാലം പറഞ്ഞുകൊള്ളട്ടെ, ആ പടകിന്റെ ശൂന്യത ആ പടകിൽ ഇരുന്നപ്പോൾ എന്റെ കർത്താവ് അറിഞ്ഞു. എങ്കിൽ
നമ്മുടെ ഭവനത്തിന്റെ ശൂന്യത നമ്മുടെ കർത്താവിന് നല്ലതുപോലെ അറിയാം. നമ്മുടെ ഹൃദയത്തിന്റെ ശൂന്യത നമ്മുടെ കർത്താവിന് നല്ലതുപോലെ അറിയാം. പ്രൈസ് ദി ലോർഡ്. അറിയുന്ന ഒരു കർത്താവ്, മനസ്സിലാക്കുന്ന ഒരു കർത്താവ്. അവൻ നമ്മളെ കൈവിടുകയില്ല, അവൻ നമ്മളെ ഉപേക്ഷിക്കുകയില്ല. നിന്റെ പ്രവൃത്തികൾക്ക് തക്ക പ്രതിഫലം നൽകി മാനിപ്പാൻ എന്റെ ദൈവം ശക്തനായ കർത്താവാണ്. ഹല്ലേലൂയ. ആ പടകിനെ അറിഞ്ഞവൻ, വലയറിഞ്ഞവൻ. പത്രോസ് പറഞ്ഞു, നീ ആഴത്തിലേക്ക് വലയിറക്കുക. രാത്രി മുഴുവനും അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞ പത്രോസിന്റെ ആ വലയിൽ ദൈവം കരുതിയത് നിറയുവാനിടയായി. ഇത് പകൽക്കാലം പ്രിയപ്പെട്ടവരെ, ദൈവം കരുതിയത് ചിലത് എന്റെ നിങ്ങളുടെ മുന്നിലുണ്ട്. ഒരു സ്തോത്രം പറയുവാൻ കഴിയുമോ? ദൈവം കരുതിയത് ചിലത് എന്റെ നിങ്ങളുടെ മുന്നിലുണ്ട്. എന്റെ ഈ സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ആത്മാവിൽ ദൈവത്തിന്റെ വചനം ഇന്ന് സന്ധ്യയെങ്കിൽ പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുകയാണ്. ഹല്ലേലൂയ. അതേ, സ്തോത്രം. ദൈവം കരുതിയത് എന്റെ നിങ്ങളുടെ മുമ്പിലുണ്ട്. അമ്മേ, രാത്രി മുഴുവൻ അധ്വാനിച്ച് അവിടെ ഒന്നും മീനില്ലായിരുന്നോ? ദൈവം എന്ത് ചെയ്തെന്നറിയാമോ? ഒരത്ഭുതം ചെയ്യുവാൻ അവനൊരു ഭാഗത്ത് അത് കൂട്ടിവെച്ചു. ദൈവത്തിന്റെ ശബ്ദം കേട്ടപ്പോൾ ആ മീനുകളെല്ലാം പത്രോസിന്റെ വലയിലേക്ക് കയറി. ഹല്ലേലൂയ. ഇത് രാത്രി, ഇന്ന് പകൽക്കാലം ദൈവ പൈതലേ, ആമേ, സ്തോത്രം. ദൈവം കരുതിയത് ചിലതുണ്ട്. ഒരുപക്ഷെ ഇന്ന് എനിക്ക് കാണുവാൻ കഴിയത്തില്ല, ഒരുപക്ഷെ നാളെ നിങ്ങൾക്ക് കാണുവാൻ കഴിയത്തില്ല. എന്നാൽ ദൈവത്തിന്റെ പ്രത്യേകമായിരിക്കുന്ന ഒരു പദ്ധതി മുന്നിലുണ്ട്. ആ ദൈവിക പദ്ധതി വെളിപ്പെട്ട് വരുമ്പോൾ ദൈവം കരുതിയത് നമ്മുടെ പടകിൽ കയറും, നമ്മുടെ പ്രാർത്ഥനാ മുറിയിൽ കയറും, നമ്മുടെ കുടുംബത്തിൽ കയറും, നമ്മുടെ തലമുറയിൽ കയറും, നമ്മുടെ സഭയിൽ കയറും. ഹല്ലേലൂയ. ജീവൽ പൗഡമാ റബസിയ. ദൈവം ശക്തനായ ദൈവമാണ്. ഹല്ലേലൂയ. ചിലതൊന്നും നിന്റെ പ്രാർത്ഥനാ മുറിയിൽ കയറാതിരിക്കുകയില്ല, നിന്റെ തലമുറയിൽ കയറാതിരിക്കുകയില്ല, നിന്റെ വാഗ്ദത്തങ്ങളിൽ കയറാതിരിക്കുകയില്ല. അതേ, ദൈവം ചിലത് കരുതി വെച്ചിട്ടുണ്ട്. സമയമാകുമ്പോൾ അത് നിന്റെ ജീവിതത്തിലേക്ക് വന്നു ചേരും. പ്രൈസ് ദി ലോർഡ്. അത് കഴിഞ്ഞ ശേഷം പിന്നെ നമ്മൾ വായിക്കുന്നത് 21-ാം അധ്യായം യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് കടന്നു വരിക. സകലത് വിട്ട്, പടകവും വലയും വിട്ട് പത്രോസും മറ്റ് ശിഷ്യന്മാരും യേശു ക്രിസ്തുവിനെ അനുഗമിച്ചു. ദൈവം ചെയ്ത അടയാളങ്ങൾ, അത്ഭുതങ്ങൾ, വീര്യപ്രവർത്തികളെല്ലാം കണ്ടു. ചില ദൈവിക ശുശ്രൂഷകൾ അവർ ചെയ്യുവാനിടയായി. എന്നാൽ മാനവജാതിയുടെ പാപപരിഹാരത്തിനു വേണ്ടി യേശു തന്റെ ശരീരത്തെ വിട്ടുകൊടുത്തു. കാൽവറി ക്രൂശിൽ മരിച്ചു, അടക്കപ്പെട്ടു. ഹല്ലേലൂയ. ശിഷ്യന്മാർക്ക് അത് ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞില്ല. അതെ, യഹൂദന്മാരെ പേടിച്ച് ഭവനത്തിലായിരുന്ന സമയത്ത് അവരുടെ മുമ്പിൽ യേശു പ്രത്യക്ഷനാകുവാനിടയായി. അവിടെ ഒരു തോമാസ് ഇല്ലായിരുന്നു. നോ, ഞാനത് വിശ്വസിക്കുകയില്ല. അവന്റെ ആണിപ്പഴുതേറ്റ കരം കാണാതെ ഞാൻ വിശ്വസിക്കുകയില്ല. തോമാസും ഉണ്ടായിരുന്ന സമയത്ത് യേശു പിന്നെ പ്രത്യക്ഷനായി. തോമാസിനോട് ഇപ്രകാരം പറഞ്ഞു, ആമേ, നീ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. പ്രൈസ് ദി ലോർഡ്. ഈ ദിവസങ്ങളിൽ ഞാൻ നിങ്ങളും കാണാതെ വിശ്വസിച്ച് യേശുവിനെ പിൻപറ്റുന്നവരാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കാണാത്ത ചില കാര്യങ്ങൾ ദൈവം നമ്മളെ കാണിക്കുവാനുണ്ട്. ഹല്ലേലൂയ. ശുശ്രൂഷയിൽ, പ്രൈസ് ദി ലോർഡ്, നിന്റെ വാഗ്ദത്ത മേഖലകളിൽ ദൈവം ചിലത് കാണിക്കുവാനുണ്ട്. ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുകയാണ്. ആമേ, പ്രാർത്ഥനാ മുറിയിൽ സമയം ചെലവഴിക്കുന്ന പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനാ മുറി, ഹല്ലേലൂയ, നിന്റെ കണ്ണുനീരിന്റെ മുറിയല്ല, ദൈവിക അത്ഭുതത്തിന്റെ മുറിയാക്കി എന്റെ കർത്താവ് തീർക്കുവാനിടയാകും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അതെ, പ്രാർത്ഥിച്ച ഭക്തന്മാരുടെ മുന്നിൽ ആമേ ദൈവം സ്വർഗം തുറന്നുവെങ്കിൽ ഇന്ന് രാത്രിയിൽ, ഇന്ന് പകൽക്കാലം ദൈവാത്മാ പറയുന്നു, ആമേ, പ്രാർത്ഥനാ മുറിയിൽ കാണുവാനിരിക്കുന്നത് അത്ഭുതങ്ങളായിരിക്കും. പ്രാർത്ഥനാ മുറിയിൽ കാണുവാനിരിക്കുന്നത് ദൈവത്തിന്റെ മഹത്വമായിരിക്കും. ഹല്ലേലൂയ. പ്രാർത്ഥനാ മുറിയിൽ കാണുവാനിരിക്കുന്നത് ദൈവത്തിന്റെ വിടുതലുകളായിരിക്കും. ഇതുവരെ ഒന്നും കാണുവാൻ കഴിയാത്ത, ഒന്നും അനുഭവിക്കുവാൻ കഴിയാത്ത
ഒന്നും പ്രാപിക്കുവാൻ കഴിയാത്ത അനുഭവങ്ങളിലൂടെ ഒരുപക്ഷെ ഞാൻ നിങ്ങൾ യാത്ര ചെയ്യുന്നവരായിരിക്കാം. എന്നാൽ എന്നും ആ അവസ്ഥയല്ല ദൈവം നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്നത്. ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പകൽ ഇടപെടുകയാണ്. പ്രാർത്ഥനാ മുറിയിൽ അത്ഭുതമാക്കി മാറ്റുന്ന ദൈവം നമ്മോട് കൂടെയുണ്ട്. എത്ര പേർക്ക് വിശ്വസിക്കുവാൻ കഴിയും? ആ പടകിനെയും ആ വലയെയും ദൈവം അത്ഭുതമാക്കി മാറ്റിയെങ്കിൽ ഇന്ന് പകൽ പ്രാർത്ഥനാ മുറിയെ അത്ഭുതമാക്കി മാറ്റുന്ന ദൈവമാണ്. പ്രാർത്ഥനാ മുറിയുടെ ഉള്ളിൽ ആമേ പ്രാർത്ഥിച്ച വിഷയങ്ങൾ ഒരുപക്ഷെ ഞാൻ നിങ്ങൾ മറന്നുപോയിരിക്കാം. എന്നാൽ എത്ര തുള്ളി ആമേ കണ്ണുനീര് ആമേ ആ മുറിയിൽ ഒഴിച്ചു എന്നുള്ളത് എനിക്കും നിങ്ങൾക്കും അറിയത്തില്ലായിരിക്കാം. എന്നാൽ അറിയുന്ന ദൈവം ആ മുറിയിലുണ്ട് കേട്ടോ. ഉറവ ശകന എണ്ണി തിട്ടപ്പെടുത്തി ഹല്ലേലൂയ തുരുത്തിയിൽ ശേഖരിക്കുന്ന സർവശക്തനായ ദൈവം ആ മുറിയിലുണ്ട് കേട്ടോ. ഇന്ന് പകൽക്കാലം മറന്നു പോകരുത്, അവൻ അത്ഭുതം ചെയ്യുന്ന ദൈവമാണ്. ഈ ദിവസങ്ങൾ ചില വിടുതലിന് വേണ്ടി കാത്തിരിക്കുന്നവരെ, ചില നന്മയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവരെ, ചില മറുപടിക്ക് വേണ്ടി കാത്തിരിക്കുന്നവരെ, ശുശ്രൂഷയുടെ ഉയർച്ചയ്ക്കായി കാത്തിരിക്കുന്നവരെ, സഭയുടെ വിശാലതയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവരെ, നിരന്തരം പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവത്തിന്റെ ആത്മാവ് ഓർപ്പിച്ചുണർത്തുകയാണ്. ഹല്ലേലൂയ. അതേ, പ്രാർത്ഥനാ മുറി അത്ഭുതത്തിന്റെ മുറിയായി ദൈവം മാറ്റുവാൻ പോകുകയാണ്. ഇവിടെ നമ്മൾ വായിച്ചു, എന്താണ് വായിച്ചത്? പ്രൈസ് ദി ലോർഡ്. കരയ്ക്ക് ഇറങ്ങിയപ്പോൾ അവർ തീക്കനലും അതിന്മേൽ മീൻ വെച്ചിരിക്കുന്നതും കണ്ടു. അപ്പോൾ യേശു ഇത് രണ്ടാമത് ഒരു പിന്മാറ്റത്തിലേക്ക് എന്ന അർത്ഥം നമുക്ക് പറയാം. അവർ പോയിരിക്കുകയാണ്. എന്നാൽ യേശു അവരെ വിട്ടില്ല, അവരെ പിന്തി ചെല്ലുകയാണ്. അവരെ മടക്കി കൊണ്ടുവരുവാൻ വേണ്ടി യേശു എന്ത് ചെയ്യുകയാണ്? വീണ്ടും അവരുടെ അടുക്കലേക്ക് പോകുകയാണ്. നമ്മുടെ കർത്താവിന്റെ സ്നേഹം എത്ര വലുതാണ്! നമ്മുടെ സഭയിൽ ഒരാൾ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ, നമ്മുടെ സമൂഹത്തിൽ ആരെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ ആമേൻ, നമ്മൾ പിന്നെ അവരെ തിരിഞ്ഞു നോക്കാറില്ല. അതൊരു മാനുഷികമായ സ്വഭാവമാണ്. എന്നാൽ എൻ്റെ കർത്താവ് അവരെ ഉപേക്ഷിച്ചില്ല. അവര് പടകെടുത്തതുകൊണ്ട്, വലയെടുത്തതുകൊണ്ട്, വീണ്ടും മീൻ പിടിക്കുവാൻ പോയതുകൊണ്ട് ദൈവം അവരെ ഉപേക്ഷിച്ചില്ല. അവരെ മടക്കി കൊണ്ടുവരുവാൻ ഇതാ സ്തോത്രം, തിബരിയാസ് കടക്കരയിൽ എൻ്റെ കർത്താവ് എത്തിയിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അവിടെ നമ്മൾ വായിക്കുന്നു, ആ സംഭവത്തിൽ അവരധ്വാനിച്ചൊന്നും കിട്ടിയില്ല. നിങ്ങൾ വലതുഭാഗത്ത് വലയിറക്കുവാൻ പറഞ്ഞു. വലയിറക്കിയപ്പോൾ പെരുത്ത മീൻകൂട്ടം അതിൻ്റെ ഉള്ളിൽ കയറി. പ്രൈസ് ദി ലോർഡ്. കർത്താവാണെന്ന് മനസ്സിലാക്കിയ പത്രോസ് നഗ്നനാകയാൽ എടുത്ത് വെള്ളത്തിൽ ചാടി. മനസാക്ഷി മരവിച്ചില്ലെങ്കിൽ ദൈവത്തെ അറിയുവാനിടയാവും. പലരുടെയും മനസ്സാക്ഷി ഈ കാലഘട്ടത്തിൽ മരവിച്ചിരിക്കുകയാണ്. മനസ്സാക്ഷി മരവിച്ചതുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ തെറ്റാണ് എന്നുള്ള ബോധ്യം അവനിൽ ഉണ്ടാകുന്നില്ല. തെറ്റുകളിൽ നിന്നും തെറ്റുകളിലേക്ക് പലരും മുന്നോട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തെ ഭയമില്ലാത്ത ഒരു സമൂഹം നമ്മുടെ മുമ്പിൽ കാണുവാൻ കഴിയുന്നുണ്ട്. ദൈവത്തെ മറക്കുന്നവരെ ഇത് ഓർത്തുകൊള്ളുവീൻ, ഞാൻ നിങ്ങളെ കീറിക്കളയും, വിടിവിപ്പാൻ ആരും ഉണ്ടാകുകയില്ല. പ്രൈസ് ദി ലോർഡ്. അത്ര തീവ്രമായി ശക്തമായി ദൈവത്തെ മറക്കുന്നവരുടെ ഇടപെടുന്ന ഒരു ദൈവമാണ്. എന്നാൽ ഇവിടെ അല്പം നേരം യേശുവിനെ മറന്നുവെങ്കിലും യേശു അവരുടെ അടുക്കലേക്ക് കടന്നെന്ന് ഒരു മടങ്ങി വരവിന് വേണ്ടി ദൈവം അവിടെ ഒരു അത്ഭുതം ചെയ്യുകയാണ്. അത്ഭുതം ചെയ്തവൻ ആരാണെന്ന് മനസ്സിലാക്കിയപ്പോൾ അവന്റെ മുന്നിൽ നിൽക്കുവാനുള്ള യോഗ്യത ഇല്ലെന്ന് മനസ്സിലാക്കിയ പത്രോസ് എടുത്ത് വെള്ളത്തിലേക്ക് അങ്ങ് ചാടി. ഹല്ലേലൂയ. ദൈവത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഞാൻ ആരാണെന്നുള്ള ബോധ്യം നമുക്കുണ്ടായിരിക്കണം. ഹല്ലേലൂയ. അവന്റെ കാൽപാദങ്ങളിൽ വീഴുവാനുള്ള ഒരു താല്പര്യ മനസ്സ് നമുക്കുണ്ടായിരിക്കണം. ഹല്ലേലൂയ. അവന്റെ കാൽപാദങ്ങളിൽ വീണാൽ അവന്റെ കരം, യേശുവിന്റെ കരത്താൽ നമ്മെ താങ്ങി എഴുന്നേൽപ്പിച്ച് ആത്മാവിൽ നിർത്തുവാനിടയാകും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഇരിക്കുമ്പോൾ
ആ സംഭവം എല്ലാം കഴിഞ്ഞതായിട്ട് വരുമ്പോൾ കരയ്ക്ക് ഇറങ്ങിയപ്പോൾ അവർ തീക്കനൽ അതിന്മേൽ മീൻ വെച്ചിരിക്കും. ദൈവത്തിന്റെ അത്ഭുതമായി അവർ കരയിലേക്ക് അടുത്തപ്പോൾ തീക്കനലും അതിൽ മീൻ വെച്ചിരിക്കുന്നതും കാണുകയാണ്. അപ്പോൾ ശിഷ്യന്മാർ രാത്രി മുഴുവനും അധ്വാനിച്ചു. അവരുടെ ശരീരത്തിന്റെ അവസ്ഥ എന്താണെന്ന് ദൈവത്തിന് വ്യക്തമായിട്ടറിയാം. ഹല്ലേലൂയ, ആമേൻ. നമ്മൾക്ക് പുറമേ ഉള്ളത് മാത്രമേ അറിയുകയുള്ളൂ. എന്നാൽ അറിയാവുന്നവൻ നമ്മുടെ കർത്താവ്. അധ്വാനം കഴിഞ്ഞ് എന്ത് വേണമെന്നുള്ളത് എൻ്റെ കർത്താവിനറിയാം. അതുകൊണ്ട് അവർക്ക് വേണ്ടി എൻ്റെ കർത്താവ് പ്രാതൽ ഒരുക്കി വെച്ചിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. വാത്സല്യ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ശരീരത്തിന്റെ അവസ്ഥ എന്താണ് ദൈവത്തിനറിയാം. ആഗ്രഹങ്ങളും താല്പര്യങ്ങളും കർത്താവിന് വേണ്ടി ഒത്തിരി ഓടുവാൻ ആഗ്രഹങ്ങൾ ഉള്ളവരാ. എന്നാൽ ശരീരം പലപ്പോഴും അനുവദിക്കുന്നില്ല. ഹല്ലേലൂയ. പല വിധത്തിലുള്ള ശാരീരിക ബലഹീനതകൾ, സ്തോത്രം, അതെ, മുന്നോട്ട് നീങ്ങുവാൻ കഴിയാത്തതായ അനുഭവങ്ങൾ. എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവ് ഇന്ന് പകൽ നമ്മെ ഓർപ്പിക്കുന്നു, നമുക്ക് എന്താണ് വേണ്ടത് എന്നുള്ളത് നമ്മുടെ കർത്താവിനറിയാം. ഹല്ലേലൂയ, സ്തോത്രം. എനിക്ക് നിങ്ങൾക്ക് രോഗശാന്തിയാണോ ആവശ്യം? ശരീരത്തിന് ബലമാണോ ആവശ്യം? ശരീരത്തിന് പുഷ്ടിയാണോ ആവശ്യം? ഹല്ലേലൂയ. ദൈവത്തിന് വ്യക്തമായിട്ടറിയാം. അവര് രാത്രി മുഴുവനും അധ്വാനിച്ചു. ക്ഷീണിതരാണെന്ന് ദൈവത്തിനറിയാം. വിശപ്പുള്ളവരാണെന്ന് ദൈവത്തിനറിയാം. അവർക്ക് ഒരല്പം ആഹാരം ലഭിച്ചാൽ കൊള്ളാം എന്നുള്ളതായ ഒരു ആഗ്രഹം അവരുടെ ഹൃദയത്തിലുണ്ട്. മനുഷ്യനെ ഉള്ളതുപോലെ അറിയാവുന്ന ദൈവം അവർക്ക് വേണ്ടി ചിലത് കരുതി. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, നമ്മളെ അറിയുന്ന ഒരു ദൈവം അവർക്ക് വേണ്ടി പ്രാതൽ ഒരുക്കിയിട്ടുണ്ടെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവ് ഇന്ന് പകൽക്കാലം ഇടപെടുകയാണ്. വാത്സല്യ പിതാവേ, മാതാവേ, സഹോദര സഹോദരി, കർത്തൃദാസന്മാരെ, എനിക്ക് നിങ്ങൾക്കും എന്താണ് വേണ്ടത് എന്ന് അറിയാവുന്ന ഒരു ദൈവം. മനുഷ്യർക്ക് പലപ്പോഴും അത് തിരിച്ചറിയുവാൻ കഴിയുന്നില്ല. അറിയുന്നവരും അറിയേണ്ടവരും മാറി നിൽക്കുമ്പോൾ, കരുതേണ്ടവരും സഹായിക്കേണ്ടവരും മൗനമായി നിൽക്കുമ്പോൾ, ഹല്ലേലൂയ, നമ്മെ അറിയുന്ന ഒരു ദൈവം എന്താണ് ആവശ്യമെന്ന് മനസ്സിലാക്കി ഹല്ലേലൂയ നമ്മുടെ മുമ്പിൽ ചിലത് ഒരുക്കുന്ന ഒരു കർത്താവ്. സങ്കീർത്തനം നമ്മൾ വായിക്കുന്നുണ്ട്, ശത്രുവിന് മുമ്പിൽ മേശ ഒരുക്കുന്നവൻ. ഹല്ലേലൂയ. ദൈവത്തിന് മാത്രമേ അത് ചെയ്യുവാൻ കഴിയത്തുള്ളൂ. ശത്രുക്കളുടെ നടുവിൽ മേശ ഒരുക്കുന്ന ഒരു കർത്താവ്. ദൈവം അവരെ മടക്കിക്കൊണ്ടുവരികയാണ്. കണ്ടില്ലേ? പ്രയോജനപ്പെടുന്നവനെ ദൈവം കൈവിടുകയില്ല. അവരെങ്ങനെ പോയാലും ദൈവം മടക്കിക്കൊണ്ടുവരും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ പ്രിയപ്പെട്ടവർ ചില അനുഭവങ്ങൾ പ്രാപിച്ചാൽ ശക്തമായി ദൈവത്തിനു വേണ്ടി പ്രയോജനപ്പെടും എന്നറിയാവുന്നത് കൊണ്ട് അവരെ മടക്കിക്കൊണ്ടുവരുവാൻ തിബിരിയാസ് കടക്കരയിൽ എന്റെ കർത്താവ് എത്തി നിൽക്കുകയാണ്. പത്രോസിനോട് ചോദിക്കുന്ന ചോദ്യമുണ്ട്, പത്രോസേ, ഇവയിലൊക്കെ അധികമായി ഈ പടകിനേക്കാൾ, ഈ വലയേക്കാൾ നിനക്ക് ലഭിച്ചതായിരിക്കുന്ന ഹല്ലേലൂയ പെരുത്ത മീനിനേക്കാൾ, ഈ ഭൗതികമായ കാര്യങ്ങളെക്കാൾ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നു. കർത്താവ് നമ്മളോട് ചോദിച്ചാൽ നമ്മൾ എന്തു പറയും? പ്രൈസ് ദി ലോർഡ്. മൂന്നാമത്തെ പ്രാവശ്യം നീ എല്ലാം അറിയുന്നു കർത്താവേ. യേശുവിന് മുമ്പിൽ സറണ്ടർ ആകുകയാണ്, തന്നെ സമർപ്പിക്കുകയാണ്. പത്രോസേ, നീ പാറയാകും. പത്രോസാകും. ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. അധികാരത്തിന്റെ താക്കോൽ ദൈവം അവരെ ഭരമേൽപ്പിച്ചു. ശക്തമായ ചില മേഖലകളിലൂടെ പരിശുദ്ധാത്മാവ ദൈവത്തിന്റെ ശക്തിയും അനുഗ്രഹവും പ്രാപിച്ച്
അവർ പിന്നത്തേതിൽ പ്രയോജനപ്പെട്ടു. പ്രയോജനപ്പെടുന്നവരെ തള്ളിക്കളയുന്നവനല്ല, പ്രയോജനപ്പെടുന്നവരെ താങ്ങുന്ന ഒരു കർത്താവാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. അപ്പോൾ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇരട്ടി ബലത്തോടെ, ഇരട്ടി അനുഗ്രഹത്തോടെ, ഇരട്ടി ആത്മാവിന്റെ ശക്തിയോടെ ഈ അന്ത്യ കാലഘട്ടത്തിൽ ദൈവം നമ്മളെ നിർത്തുവാനിടയായി തീരും. ഹല്ലേലൂയ. ഇത് അന്ത്യ കാലഘട്ടമാണ്. എൻ്റെ കർത്താവ് മധ്യാകാശത്തിൽ തൻ്റെ സഭയെ ചേർക്കുവാൻ കടന്നു വരുവാൻ പോകുന്ന പ്രത്യേക സമയമാണ്. ആ സമയത്തോട് അടുത്ത് നിൽക്കുമ്പോൾ ഹല്ലേലൂയ, നമ്മളിലൂടെ പിന്നെ കർത്താവിന് ചിലതൊക്കെ ചെയ്യുവാനുണ്ട്. പ്രിയപ്പെട്ടവരെ, തണുത്തിരിക്കുവാനുള്ളവരല്ല, ക്ഷീണിച്ചിരിക്കുവാനുള്ളവരല്ല, ലോകത്തിലുള്ളത് ചിന്തിച്ചുകൊണ്ട് ഹല്ലേലൂയ മുന്നോട്ട് നീങ്ങുവാനുള്ളവരല്ല. ആമേൻ, സ്തോത്രം. നമ്മുടെ കർത്താവ് വരാറായി. ആ സംഭവങ്ങൾ ശക്തമായി നമ്മെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രകൃതിയിലൂടെ, രാജ്യങ്ങളിലൂടെ, പലവിധ മഹാമാരിയിലൂടെ കർത്താവ് വരാറായി എന്നുള്ള ആ സന്ദേശം വീണ്ടും നമ്മളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ, വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നത് പോലെ നമ്മൾ ഉറങ്ങിയിരിക്കുന്നവരാണോ? ദൈവത്തിന്റെ ആത്മാവ് നമ്മെ ഓർപ്പിക്കുന്നു, ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക. ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക. ഈ ദിവസങ്ങളിൽ എന്തെങ്കിലും ചാവാറായ ശേഷിപ്പുകൾ ചുമക്കുന്ന പ്രിയപ്പെട്ടവരാണോ? നമ്മെ തന്നെ ശക്തീകരിച്ചുകൊണ്ട് ഈ അന്ത്യ കാലഘട്ടത്തിൽ വിശ്വസ്തയോടെ നിലകൊള്ളുവാൻ ദൈവം നമുക്ക് കൃപ നൽകുമാറാകട്ടെ. അതിനായി ദൈവം നമ്മെ ശക്തീകരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഈ കാലഘട്ടത്തിൽ നമ്മുടെ വിശ്വാസം വെളിപ്പെടേണ്ടത് ആവശ്യമാണ്. നമ്മളെയൊക്കെ വിശ്വാസികൾ എന്നാണ് സമൂഹം വിളിക്കുന്നത്. പക്ഷെ പലപ്പോഴും വിശ്വാസം ഇല്ലാത്തവരായി നമ്മൾ തീരുകയാണ്. വിശ്വാസം ഇല്ലാത്ത നമ്മളെ നോക്കിയിട്ട് മറ്റുള്ളവർ വിശ്വാസികൾ എന്ന സംബോധന ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം തന്നെ 11-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ആ 11-ാം അധ്യായത്തിലെ സംഭവങ്ങൾ നമുക്ക് വ്യക്തമായിട്ട് അറിയാം. ലാസറിന്റെ ദീനം, ലാസറിന്റെ മരണം, ലാസറിന്റെ ഉയർപ്പ്, ഈ സംഭവങ്ങൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു അധ്യായമാണ് 11-ാം അധ്യായം. എന്നാൽ ലാസറിന്റെ ഉയർപ്പിനേക്കാൾ ഒരു വലിയ അത്ഭുതം അവിടെ നടന്നതിനേക്കാൾ എന്നെ കൂടുതലായി ചിന്തിപ്പിച്ച ഒരു സംഭവമാണ് മാർത്തയുടെ വിശ്വാസം. മറിയ യേശുവിന്റെ കാൽപാദങ്ങൾ ഇരുന്നുകൊണ്ട് ദൈവവചനം ആവോളം കേട്ട് ആത്മാവിൽ ബലപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ, യേശു ക്രിസ്തു ആ ഭവനത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിഥി സൽക്കാരം ശുശ്രൂഷകൾ ചെയ്യുന്നത് മാർത്തയാണ്. അതിഥി സൽക്കാരങ്ങളെ കുറിച്ച് വചനം വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതിഥി സൽക്കാരങ്ങളിലൂടെ ദൂതന്മാരെ പോലും സൽക്കരിച്ച അനുഭവങ്ങൾ വിശുദ്ധ വേദപുസ്തകത്തിൽ കാണുവാൻ കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ മാർത്തയുടെ ഉത്തരവാദിത്വം ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ വിചാരിക്കും വചനത്തോട് വലിയ താല്പര്യമൊന്നും കാണത്തില്ല, വചനം കേൾക്കുവാനുള്ള ഒരു ആഗ്രഹമില്ല, ഒരു തണുത്ത മട്ടിലാണ് മാർത്ത പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. മാനുഷികമായ നിലയിലൊക്കെ നമ്മൾ വിചാരിക്കും. എന്നാൽ 11-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ ലാസർ മരിച്ചു, അടക്കം ചെയ്തു. 4-ാം ദിവസമാണ് യേശു ആ ഭവനത്തിൽ എത്തുന്നത്. യേശു കടന്നു വന്ന വാർത്ത കേട്ടപ്പോൾ മാർത്ത ആദ്യം യേശുവിനെ എതിരേൽക്കുവാൻ വേണ്ടി പോകുകയാണ്. യേശുവിനെ കണ്ടപ്പോൾ മാർത്ത പറഞ്ഞ ഒരു കാര്യമുണ്ട്, യേശുവേ, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എന്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു. കണ്ടില്ലേ?
അപ്പൊ മാർത്തയുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന വിശ്വാസം പലപ്പോഴും അത് പ്രഖ്യാപിക്കുവാൻ മാർത്തയ്ക്ക് കഴിഞ്ഞില്ല, അത് വെളിപ്പെടുത്തുവാൻ മാർത്തയ്ക്ക് കഴിഞ്ഞില്ല. എന്നാൽ തന്റെ സഹോദരന്റെ മരണത്തോടുള്ള ബന്ധത്തിൽ 4-ാം ദിവസം തന്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്ന ആ ദൈവിക വിശ്വാസം വെളിപ്പെട്ടു വരികയാണ്. എന്താണ് ആ വിശ്വാസം? അങ്ങിവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എന്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു. അതേ പദം മറിയം പറയുന്നുണ്ട്, അങ്ങിവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എന്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നുവെന്ന്. അപ്പൊ തീർച്ചയായിട്ടും ദീനമായി കിടന്ന സമയത്ത് യേശു ക്രിസ്തു അവിടെ എത്തിയിരുന്നുവെങ്കിൽ ഒരിക്കലും ലാസർ മരിക്കയില്ലായിരുന്നു. ദൈവം അദ്ദേഹത്തിന് സൗഖ്യം കൊടുത്ത് അദ്ദേഹത്തെ എഴുന്നേൽപ്പിക്കുമായിരുന്നു. അത് സത്യമാണ്. ഇന്ന് പകൽക്കാലം ദൈവം ഇതിലെ ആ നിലയിലുള്ളതായിരിക്കുന്ന ആഴമേറിയ ഒരു വിശ്വാസം നമുക്കുണ്ടായിരിക്കണം. എന്താണ്? എന്റെ കർത്താവ് എന്നോടുകൂടി ഉണ്ടെങ്കിൽ തിന്മയായതൊന്നും ഭവിക്കുകയില്ല. അഥവാ തിന്മയായത് ഭവിച്ചാൽ തന്നെ അത് നന്മയാക്കി എന്റെ ജീവിതത്തിൽ കർത്താവ് തീർക്കും. പ്രൈസ് ദി ലോർഡ്. തിന്മയുടെ മേഖലകളിലൂടെ നാം കടന്നു പോകുമ്പോൾ അവിശ്വാസമുള്ള ഹൃദയം കൊണ്ട് നമ്മൾ യാത്ര ചെയ്യരുത്. ഏതെങ്കിലും ഒരു കഷ്ടാനുഭവത്തിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പോൾ വിശ്വാസം കൊണ്ട് നമ്മൾ യാത്ര ചെയ്യണം. ദൈവം ഈ അവസ്ഥയിൽ എനിക്കൊരു വിടുതൽ നൽകും, ദൈവം എന്റെ രോഗത്തെ സൗഖ്യമാക്കും, ദൈവം എന്റെ കഷ്ടതകളെ എടുത്തു കളയും. ഹല്ലേലൂയ. അങ്ങനത്തെ വിശ്വാസമാണ് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത്. ഹല്ലേലൂയ. സ്വന്തം ഭാര്യ പോലും പറഞ്ഞു, ദൈവത്തെ ത്യജിച്ച് നീ പോയി ചത്തുകളക. അപ്പോൾ പറഞ്ഞ ഒരു കാര്യമുണ്ട്, നീ പൊട്ടി സംസാരിക്കുന്നത് പോലെ സംസാരിക്കും. നന്മകൾ അനുഭവിപ്പാൻ നമുക്ക് ഈ ഭൂമിയിൽ അവിടെ തിന്മയും കൂടെ അനുഭവിച്ചുകൂടെ? പ്രൈസ് ദി ലോർഡ്. ആരൊക്കെ അങ്ങനെയൊക്കെ വിശ്വാസമാവുന്ന പടകിനെ തകർത്ത് കളയുവാൻ യോബിന്റെ മുന്നിൽ പലരും സഹോദരന്മാരായി വെളിപ്പെട്ടിട്ടും, ഹല്ലേലൂയ, ഒത്തിരി തിന്മയുടെ വാക്കുകൾ, മുറിപ്പെടുത്തുന്ന അനുഭവങ്ങൾ, വേദനപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി യോബ് എന്ന മനുഷ്യന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോഴും അവൻ തൻ വിശ്വാസം ത്യജിച്ചില്ല. ആശ്വാസം പറയേണ്ടവർ, താങ്ങും തണലുമായി നിൽക്കേണ്ടവർ എല്ലാവരും ഉപേക്ഷിച്ചു. സ്വന്തം ഭാര്യ പോലും ഉപേക്ഷിച്ചു. മക്കൾ എല്ലാവരും മരണപ്പെട്ടതുകൊണ്ട് ആ ഒരു ആശ്വാസം അദ്ദേഹത്തിന് ഇല്ലാതെ വന്നു. അദ്ദേഹത്തിന്റെ സ്നേഹിതന്മാർ കുത്തുവാക്കുകൾ കൊണ്ട് അദ്ദേഹത്തെ മുറിപ്പെടുത്തി. അദ്ദേഹത്തിലൂടെ നന്മകൾ അനുഭവിച്ച അനേക പ്രിയപ്പെട്ടവർ ആ ദേശത്തുണ്ട്. അവരാരും തന്നെ തിരിഞ്ഞു നോക്കിയില്ല. അനേകരുടെ കഷ്ടതയിൽ ഇയ്യോബ് സഹായകനായിരുന്നു. എന്നാൽ ഇയ്യോബിന്റെ കഷ്ടതയിൽ ആരും സഹായത്തിനായി മുന്നോട്ട് വന്നില്ല. പ്രൈസ് ദി ലോർഡ്. എന്നാൽ കഷ്ടതയിൽ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്ന സർവശക്തനായ ദൈവം എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ സ്ഥിതിക്ക് മാറ്റം വരുത്തി. എത്ര പേർ ഇന്ന് പകൽക്കാലം ദൈവത്തിൽ വിശ്വസിക്കുന്നു? നമ്മുടെ സ്ഥിതിക്ക് മാറ്റം വരുത്തുന്ന ദൈവമാണ്. ഒരു പ്രോസ്പെരിറ്റി തിയോളജി അല്ല ഞാനിവിടെ പറയുന്നത്. എൻ്റെ കർത്താവിൻ്റെ കരുതലുകൾ ഞാനിവിടെ പ്രഖ്യാപിക്കുകയാണ്. ഹല്ലേലൂയ. ശത്രുവിൻ്റെ നടുവിൽ മേശ ഒരുക്കുന്നവൻ. അതെ, അയ്യോബിന്റെ സ്ഥിതിക്ക് മാറ്റം വരുത്തിയില്ല എങ്കിൽ പ്രൈസ് ദി ലോർഡ്,
ഒരു വല്ലാത്ത സാഹചര്യം അവിടെ വെളിപ്പെട്ടേനെ. എന്നാൽ വിശ്വാസം മുറുകെ പിടിച്ച, ദൈവത്തെ മുറുകെ പിടിച്ച, പ്രമാണം മുറുകെ പിടിച്ച, വിശുദ്ധി മുറുകെ പിടിച്ച ഹല്ലേലൂയ യോബിനെ ദൈവം എന്ത് ചെയ്തു? ഉയർത്തി. വചനം പറയുന്നു, നഷ്ടപ്പെട്ടതിന്റെ ഇരട്ടി തിരികെ നൽകി ദൈവം അദ്ദേഹത്തെ മാനിച്ചു. കഷ്ടതയിൽ പിറുപിറുത്തു പോകരുതേ, വേദനകളിൽ പിറുപിറുത്തു പോകരുതേ, ദുഃഖങ്ങളിൽ പിറുപിറുത്തു പോകരുതേ. മറ്റുള്ളവർ എനിക്ക് നിങ്ങൾക്കെതിരെ കൈ ചൂണ്ടുമ്പോൾ അവിടെ പതറിപ്പോകരുതേ. ഹല്ലേലൂയ. ജീവിതത്തെ ചോദ്യം ചെയ്യുമ്പോൾ, ശുശ്രൂഷകളെ ചോദ്യം ചെയ്യുമ്പോൾ, നമ്മുടെ പ്രവർത്തനങ്ങളെ ചോദ്യം ചെയ്യുമ്പോൾ ഹല്ലേലൂയ ചഞ്ചലിച്ചു പോകരുതേ. പ്രൈസ് ദി ലോർഡ്. ഒരുപക്ഷെ ഇതെല്ലാം നമ്മൾ ഇവിടെ അനുഭവിക്കേണ്ടവരാണ്. എന്നാൽ ചോദ്യം ചെയ്തവരുടെയും നമുക്കെതിരെ കൈ ചൂണ്ടിയവരുടെയും നമുക്കെതിരെ ഇടപെട്ടവരുടെയും ഒക്കെ മുന്നിൽ നമ്മെ നിർത്തുന്ന ദൈവത്തിന്റെ പ്രവൃത്തിയുണ്ട്. ഹല്ലേലൂയ. നമ്മെ ശക്തീകരിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തികളുണ്ട്. ദൈവം ഇന്ന് പകൽ ചിലരെ ആത്മാവിൽ വചനം നൽകി ഉറപ്പിക്കുകയാണ്. ഹല്ലേലൂയ. ഇവിടെ മാർത്തയുടെ വിശ്വാസം പുറത്തു വരികയാണ്. ചിലർക്ക് വളരെ ശാന്തമായി മുന്നോട്ട് പോകുന്നവരെ നമുക്ക് കാണുവാൻ കഴിയും. കൂട്ടായ്മകൾ കടന്നു വന്നാൽ ഉച്ചത്തിൽ സ്തോത്രം ഹല്ലേലൂയ പറയത്തില്ലായിരിക്കും. പെട്ടെന്ന് പറയുമ്പോൾ പ്രാർത്ഥിക്കുവാൻ കഴിയാത്ത സാഹചര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഒരു തണുത്ത മട്ടിൽ പലപ്പോഴും ഇരിക്കുന്ന അനുഭവങ്ങളായിരിക്കാം. പക്ഷേ ഇന്ന് പകൽ ഓർത്തുകൊള്ളുക, അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ ശക്തമായ ഒരു വിശ്വാസം ഉണ്ടായി. അതേ മാർത്തയുടെ ഉള്ളിൽ അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. അത് പുറത്തു വന്നു. ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എന്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു. സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 4-ാമത്തെ വാക്യമാണ്. നാലാമത്തെ വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നത്, യേശു അത് കേട്ടിട്ട് ഈ ദീനം മരണത്തിനായിട്ടല്ല ദൈവപുത്രൻ മഹത്വപ്പെടേണ്ടതിന് ദൈവത്തിന്റെ മഹത്വത്തിനായിട്ടത്രേ എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു സംഭവം, ആ കുടുംബത്തിൽ ഇപ്പോൾ സംഭവിച്ച ആ സംഭവം ദീനം മരണത്തിനായിട്ടല്ല, ദൈവപുത്രൻ മഹത്വപ്പെടേണ്ടതിന് ദൈവത്തിന്റെ മഹത്വത്തിനായിട്ടത്രേ. അപ്പോൾ അവിടെ സംഭവിച്ചതായ വിഷയം ദൈവപുത്രൻ മഹത്വപ്പെടേണ്ടതിന് വേണ്ടി അവിടെ വെളിപ്പെട്ട് നിൽക്കുന്ന വിഷയമാണ്. അപ്പൊ എന്റെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപക്ഷെ ദൈവപുത്രൻ മഹത്വമെടുക്കേണ്ടതിന് ചില വിഷയങ്ങൾ വെളിപ്പെട്ടു വരാം. പ്രാരംഭത്തിൽ അതിന് സൗഖ്യം ലഭിച്ചില്ലെന്ന് വരാം, മറുപടി കിട്ടിയില്ലെന്ന് വരാം. എന്നാൽ അത് ദൈവ മഹത്വത്തിനായിട്ട് കർത്താവ് ഒരുക്കി വെച്ചിരിക്കുന്ന കാര്യമായിരിക്കാം. കാനാവിലെ കല്യാണത്തിന് പോലും അവിടെ വീഞ്ഞു തീർന്നുപോയി എന്നാണ് നമ്മൾ അവിടെ വായിക്കുന്നത്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഒരു 500 പേരെ 1000 പേരെ വിളിക്കുന്ന ഒരു കല്യാണമാണെങ്കിൽ 1000 പേർക്കുള്ള കരുതലുകൾ അവിടെ ഉണ്ടായിരിക്കും. ഇവിടെ പെട്ടെന്ന് വീഞ്ഞു തീർന്നുപോയി എന്നവിടെ പറയുകയാണ്. അവിടെ കർത്താവ് കടന്നു ചെന്നിട്ടുണ്ട്, ശിഷ്യന്മാർ കടന്നു ചെന്നിട്ടുണ്ട്, യേശു ക്രിസ്തുവിന്റെ അമ്മയായ മറിയ അവിടെ കടന്നു ചെന്നിട്ടുണ്ട്. ആ കുടുംബത്തിൽ വല്ലാത്ത പ്രയാസമുണ്ടായി. ആ ദേശത്തിലെ പ്രമാണിമാർ കടന്നു വരേണ്ടതായിട്ടുണ്ട്. അവർക്ക് വീര്യം കൂടിയ വീഞ്ഞുകൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ കൊടുക്കുവാൻ അവിടെ ഒന്നുമില്ല. ഹല്ലേലൂയ. ആമേൻ. പലപ്പോഴും ഈ വിധ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലേ? അനേക പ്രിയപ്പെട്ടവർ നമ്മുടെ വീട്ടിലേക്ക് കടന്നു വന്നപ്പോൾ സൽക്കരിക്കേണ്ടതുപോലെ പലപ്പോഴും സൽക്കരിക്കുവാൻ നമുക്ക് കഴിയാതെ വന്നിട്ടില്ലേ? കൊടുക്കേണ്ടതുപോലെ കൊടുക്കുവാൻ കഴിയാതെ നമ്മൾ ഭാരപ്പെട്ടിട്ടില്ലേ? പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇന്ന് നമ്മുടെ അവസ്ഥകൾക്ക് മാറ്റം കർത്താവ് വരുത്തിയില്ലേ? എന്താണ് ഇപ്പോൾ ഇന്നത്തെ അവസ്ഥയിൽ മാറ്റമുണ്ടായത്? അന്ന് കൊടുക്കുവാനില്ലാത്ത ഒരു സാഹചര്യത്തിൽ
ദൈവത്തോട് കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ട്, എൻ്റെ കർത്താവേ, ഇന്ന സഹോദരൻ, ഇന്ന പാസ്റ്റർ, അയൽവാസി, പ്രിയപ്പെട്ടവർ ജീവിതത്തിൽ ഭവനത്തിലേക്ക് കടന്നു വന്നപ്പോൾ എനിക്ക് അവർക്ക് വേണ്ടി ഒന്നും ചെയ്യുവാൻ കഴിഞ്ഞില്ലല്ലോ ദൈവമേ. അവർ ചോദിച്ചത് എനിക്ക് കൊടുക്കുവാൻ കഴിഞ്ഞില്ലല്ലോ. ഒരു നേരത്തെ ആഹാരം കൊടുക്കുവാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ. ഹല്ലേലൂയ. അന്ന് നിലവിളിച്ച നിലവിളിയുടെ ഉത്തരമാണ്, മറുപടിയാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സാധുക്കളായ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി, അനാഥർക്ക് വേണ്ടി, കഷ്ടത അനുഭവിക്കുന്നവർക്ക് വേണ്ടി പലതും നമ്മൾ ഇപ്പോൾ ചെയ്യുവാൻ നമുക്ക് കഴിയുന്നതിന്റെ പിന്നിൽ ഒരു കാലഘട്ടത്തിൽ നമ്മൾ നിലവിളിച്ചു, കർത്താവെ, ഒന്നും കൊടുക്കുവാൻ എനിക്ക് കഴിയുന്നില്ലല്ലോ. ഹല്ലേലൂയ. നമ്മുടെ സ്ഥിതിക്ക് ദൈവം മാറ്റം വരുത്തിയില്ലേ? നമ്മുടെ അവസ്ഥയ്ക്ക് ദൈവം മാറ്റം വരുത്തിയില്ലേ? ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് നമ്മെ മാനിച്ചില്ലേ? വത്സല്യ പ്രിയപ്പെട്ടവരെ, എൻ്റെ ചെറിയ പ്രായത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ പിതാവിൻ്റെ മദ്യപാനിയും വാറ്റുകാരനും ചാരായ വിൽപ്പനക്കാരൻ. നല്ലൊരു വസ്ത്രം ധരിക്കുവാൻ, നല്ലൊരു ചെരുപ്പിടുവാനില്ലാതെ ഒത്തിരി ഭാരപ്പെട്ട അനുഭവങ്ങളുണ്ട്. കത്തോലിക്ക പാരമ്പര്യത്തിൽ നിൽക്കുന്ന സമയത്ത് ഞാൻ സ്കൂളിലേക്ക് കടന്നു പോകുമ്പോൾ കൂട്ടുകാരും മറ്റു കുട്ടികളുമൊക്കെ നല്ല നല്ല വസ്ത്രങ്ങൾ ധരിച്ചു കൊണ്ടുവരുമ്പോൾ 2 ഡ്രസ്സുകൾ മാത്രമുള്ളത് മാറി മാറി ഇട്ടുകൊണ്ടുപോയ സാഹചര്യങ്ങളൊക്കെ മനസ്സിന് വേദനയും നിരാശയൊക്കെ ഒത്തിരി തോന്നിയ അനുഭവങ്ങളുണ്ട്. എന്നാൽ എൻ്റെ 14-ാമത്തെ വയസ്സിൽ എൻ്റെ കർത്താവിനെ ഞാൻ കാണുവാൻ, എൻ്റെ ദൈവത്തിൻ്റെ വിടുതലുകൾ അനുഭവിപ്പാൻ, പിൻപറ്റേണ്ടതുപോലെ എൻ്റെ കർത്താവിനെ പിൻപറ്റുവാൻ ദൈവം എനിക്ക് ഭാഗ്യം നൽകി. ഞാൻ വിശ്വാസത്തിൽ വന്ന ശേഷം മദ്യപാനിയും ചാരായ വിൽപ്പനക്കാരനുമായിരുന്ന എൻ്റെ പിതാവിനെയും എൻ്റെ മാതാവിനെയും എൻ്റെ സഹോദരങ്ങളെയും ഒക്കെ കർത്താവ് തൊട്ടു. ഞങ്ങൾ കുടുംബമായി ഇപ്പോൾ കർത്താവിന് വേണ്ടി നിൽക്കുന്നവരാണ്. പറയട്ടെ പ്രിയപ്പെട്ടവരെ, ഒന്നുമില്ലാത്ത ഒരു കാലഘട്ടം മുന്നിലുണ്ടായിരുന്നു. ഇന്ന് 100 കണക്കിന് ഡ്രസ്സുകൾ ഹല്ലേലൂയ കൊടുക്കുവാൻ തക്കവണ്ണം ദൈവം എനിക്ക് അവസരങ്ങൾ നൽകിയിട്ടുണ്ട്. അനേക പ്രിയപ്പെട്ടവർക്ക് ഹല്ലേലൂയ, അനേക ദൈവദാസന്മാർക്ക് ആ വിധത്തിൽ ഹല്ലേലൂയ ഡ്രസ്സുകൾ നൽകുവാനുള്ള അവസരങ്ങൾ ദൈവം എൻ്റെ ജീവിതത്തിൽ ഒരുക്കിയിട്ടുണ്ട്. ഒരു കാലഘട്ടത്തിൽ നമ്മൾ വേദനപ്പെട്ട ഒരു കാലമുണ്ട് കേട്ടോ. നമ്മൾ ദുഃഖിച്ച ഒരു കാലമുണ്ട്. എന്നാൽ ആ കാലഘട്ടത്തിൽ വേദനപ്പെട്ടതിനെ ദൈവം കണ്ടു, നമ്മൾ ദുഃഖിച്ചതിനെ ദൈവം കണ്ടു. ഇന്ന് പലരെയും സഹായിക്കുവാൻ ദൈവം നമുക്ക് അവസരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നില്ലേ? നമ്മുടെ കർത്താവ് എത്ര നല്ലവനാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ വീഞ്ഞു തീർന്നുപോയി, അവർ വളരെയധികം ഭാരപ്പെടുകയാണ്. എന്നാൽ എൻ്റെ കർത്താവ് അവിടെ ഉണ്ടായിരുന്നു. അത് ചുരുക്കമായി പറയട്ടെ, അവിടുത്തെ ശുശ്രൂഷക്കാരോട് മറിയം പറഞ്ഞു, അവൻ എന്തെങ്കിലും നിങ്ങൾ പറഞ്ഞാൽ അതുപോലെ ചെയ്യുവീൻ. യേശു ആ ശുശ്രൂഷക്കാരോട് പറഞ്ഞൊരു കാര്യമാണ്, നിങ്ങൾ വെറും പാത്രങ്ങളിൽ വെള്ളം നിറയ്ക്കുക. വീഞ്ഞ് ഉണ്ടാക്കുന്നത്, മുന്തിരി വീഞ്ഞുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വ്യക്തമായിട്ട് നമുക്കറിയാം. അതിന് മുന്തിരിങ്ങ ആവശ്യമാണ്. അത് ചില പ്രക്രിയയിലൂടെ കടന്നു പോകേണ്ടത് ആവശ്യമാണ്. അതിന് വെള്ളത്തിന്റെ ആവശ്യമില്ല. എന്നാൽ ഇവിടെ വീഞ്ഞു തീർന്നുപോയി. ആ സ്ഥാനത്ത് ദൈവം പറയുന്നത് കൽപാത്രങ്ങളിൽ വെള്ളം നിറയ്ക്കുവാനാണ്. എന്തു ചെയ്യും? എന്റെ കർത്താവിന് വെള്ളം മതി അത്ഭുതം ചെയ്യാൻ. എന്റെ കർത്താവിന് അത്ഭുതം ചെയ്യാൻ വെള്ളം മതി. വത്സല്യ പ്രിയപ്പെട്ടവരെ, എന്നെ കാണുന്ന, എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവർ, നിങ്ങൾ മതി എന്റെ കർത്താവിന് അത്ഭുതം ചെയ്യുവാൻ. ഹല്ലേലൂയ. എന്റെ കർത്താവിന് അത്ഭുതം ചെയ്യുവാൻ നിങ്ങൾ മതി, ഞാൻ മതി. പ്രൈസ് ദി ലോർഡ്. ആ വെള്ളം നിറച്ചു. എന്നിട്ട് പറഞ്ഞു, ഇത് കോരി വിരുന്നുവാഴികൾക്ക് കൊടുക്കുകയും. അത് കോരിയവർക്കൊക്കെ ആകെപ്പാടെ അങ്കലാപ്പും വേദനയും ഭയമൊക്കെ ഉണ്ടായി കാണും. എന്നാൽ രുചി നോക്കിയവർ പറയുകയാണ്,
ആദ്യം കൊടുത്തതിനേക്കാൾ എത്ര നന്നായി ശ്രേഷ്ഠമായിരിക്കുന്നത്. കണ്ടില്ലേ? എൻ്റെ കർത്താവ് തന്നാൽ അത് ഏറ്റവും നല്ലതായിരിക്കും. ഇത് പകൽക്കാല ദൈവാത്മാ പറയുന്നു, എൻ്റെ കർത്താവ് ചിലത് തരാൻ പോകുകയാണ്. എൻ്റെ കർത്താവ് ചിലത് തരാൻ പോകുകയാണ്. ഭവനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നവരെ, പ്രൈസ് ദി ലോർഡ്, അതിരുകൾ വിശാലപ്പെടുവാൻ പ്രാർത്ഥിക്കുന്നവരെ, അനേകരുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ആ പ്രാർത്ഥനാ വിഷയങ്ങളിൽ മറുപടി കിട്ടുവാൻ വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, കർത്താവ് നല്ലത് തരാൻ പോകുകയാണ്. ചില ഭാവിയുടെ വഴികൾ തലമുറകൾക്കായി ദൈവം തുറക്കുവാൻ പോവുകയാണ്. ഹല്ലേലൂയ. ശൂന്യമായ ചിലതിൻ്റെ മേൽ ഒരു നിറവ് നൽകുവാൻ എൻ്റെ ദൈവം ആഗ്രഹിക്കുകയാണ്. രാവിലെയും വൈകിട്ടും പ്രാർത്ഥിക്കുന്ന വിഷയമാണ് ശാരീരിക വിടുതൽ. ഇന്ന് പകൽ എൻ്റെ സന്ദേശം കേൾക്കുന്ന ചില പ്രിയപ്പെട്ടവരോട് ദൈവാത്മാവ് സംസാരിക്കുന്നു. ശാരീരിക വിടുതൽ, യേശുവിൻ്റെ അത്ഭുതത്തിൻ്റെ കരം, ആണിപ്പഴുതേറ്റ കരം ഇന്ന് പകൽ ജീവിതത്തിൽ സ്പർശിക്കുകയാണ്. കർത്താവ് ചിലത് ജീവിതത്തിൽ ചെയ്യുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ആ നിറവ് അവരതിശയിച്ചു പോയി. ആ ഭവനത്തിന്റെ വേദന മാറി, ആ ഭവനത്തിന്റെ നിരാശ മാറി, ആ ഭവനത്തിലെ കുറവ് മാറി. ഇല്ലായിരുന്നെങ്കിൽ ആ വിവാഹ ശുശ്രൂഷയെല്ലാം കഴിഞ്ഞ് എല്ലാവരും വീട്ടിൽ കടന്നു ചെല്ലുമ്പോൾ പറയുവാൻ ഒറ്റ കാര്യം, 100 നല്ലതുണ്ടെങ്കിൽ ആമേ കുറവുള്ള ഒരു ഭാഗമേ മറ്റുള്ളവർ പറയത്തുള്ളൂ. പക്ഷെ അതിന് പിന്നെ 100 നല്ല കാര്യങ്ങളുണ്ട്, അതാരും പറയത്തില്ല. ആരും പറയത്തില്ല. നിങ്ങളുടെ ജീവിതത്തിൽ 100 നല്ല കാര്യങ്ങൾ ഉണ്ട്, എന്നാൽ കുറവുള്ള ഒരു കാര്യം മാത്രമേ മറ്റുള്ളവർ പറഞ്ഞു നടക്കുന്നുള്ളൂ. കല്യാണം കഴിഞ്ഞ് എല്ലാവരും പോയിട്ട് ചില പറയാൻ ഒന്നേ കാണത്തുള്ളൂ, അയ്യോ ഞങ്ങളെയെല്ലാം വിളിച്ചിട്ട് നല്ല വീഞ്ഞ് തന്നില്ലല്ലോ, ആമേ അത് തീർന്നു പോയല്ലോ, അവർക്ക് കരുതാമായിരുന്നല്ലോ, ആമേ ഇത്ര പേരെ വിളിച്ചിട്ട് അതിനുള്ള കരുതലുകൾ അവർ ചെയ്യാമായിരുന്നു ഒക്കെ പറഞ്ഞു നടന്നേനെ. അതൊന്നും ആരും പറയാതിരിക്കേണ്ടതിന് ദൈവം ഒരു നിറവ് അവിടെ നൽകി. ഇന്ന് പകൽ മറ്റുള്ളവർ ചൂണ്ടാതിരിക്കത്തക്ക നിലകളിൽ കർത്താവ് ചിലത് പ്രവർത്തിക്കുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എൻ്റെ വാക്കുകൾ സമയം പോയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് വാക്കുകൾ ഇവിടെ ചുരുക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ ആ മാർത്ത പറയുകയാണ്, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ സഹോദരൻ മരിക്കയില്ലായിരുന്നു എന്ന്. നീ ഇപ്പോഴും ദൈവത്തോട് എന്തെങ്കിലും അപേക്ഷിച്ചാൽ ദൈവം തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കണ്ടില്ലേ? ഇപ്പൊ ദൈവത്തോട് എന്തെങ്കിലും അപേക്ഷിച്ചാൽ അത് കിട്ടുമെന്ന് വിശ്വസിക്കുന്നു. അങ്ങനത്തെ ഒരു വിശ്വാസം നമുക്കുണ്ടായിരിക്കണം. ദൈവത്തോട് അപേക്ഷിച്ച് പോകുന്നവരായിട്ടല്ല, അത് കിട്ടുമെന്നുള്ള വിശ്വാസം നമുക്കുണ്ടായിരിക്കണം. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവന് ദൈവം ഉണ്ട് എന്നും, ആമേൻ, ദൈവത്തിന്റെ അടുക്കൽ ആയിരിക്കുന്നവന് പ്രതിഫലം കൊടുക്കുന്ന ദൈവമാണെന്നും നിങ്ങൾ വിശ്വസിക്കണം. അപ്പൊ ദൈവത്തിന്റെ അടുക്കൽ ആയിരിക്കുന്ന ഞാൻ വിശ്വസിക്കണം, ദൈവം ഉണ്ട്, അവൻ എനിക്ക് പ്രതിഫലം നൽകുന്ന ദൈവമാണെന്ന് വിശ്വസിക്കണം. നമുക്ക് നൽകുവാൻ ഉള്ള ഏറ്റവും വലിയ പ്രതിഫലം എന്ന് പറയുന്നത് നമ്മുടെ വീണ്ടെടുപ്പാണ്. ഹല്ലേലൂയ. ആ ഒരു പ്രത്യാശ, ആ ഒരു പ്രത്യാശയുടെ വിളക്ക് നമ്മളിൽ കെട്ടുപോകാതെ നമ്മൾ സൂക്ഷിക്കണം. 10 കന്യകമാരിൽ 5 പേരുടെ വിളക്ക് കെട്ടുപോയി. ബുദ്ധിയുള്ളവരുടെ വിളക്ക് കത്തി, അവർ എണ്ണ കരുതി. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ വിളക്ക് കെട്ടുപോകുവാൻ നമ്മൾ ഒരു നാളും അവസരം ഒരുക്കരുത്. വിശുദ്ധിയുടെ കരുതൽ, വേർപാടിന്റെ കരുതൽ, കർത്താവിന്റെ വരവിനെ നോക്കി പാർത്ത് ജീവിക്കുന്ന ഒരു കരുതൽ നമുക്കെപ്പോഴും ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. അതെ, മാർത്ത പറയുകയാണ്, നീ ഇപ്പോഴും അപേക്ഷിച്ചാൽ അത് കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ വിശ്വാസം നമുക്ക്, നമ്മുടെ കർത്താവ് വിശ്വസ്തനായ ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. അവന് കഴിയാത്തതൊന്നുമില്ല.
നമ്മൾ വേറെ ഒന്നിനെ പിൻപറ്റുന്നവരല്ല. സാക്ഷാൽ ദൈവമായവനെ. ഈ ഉലകത്തിൽ ഒരു ദൈവമുണ്ടെങ്കിൽ അത് നമ്മുടെ കർത്താവാണ്. അവനെ പിൻപറ്റുന്നവരാണ്. ഹല്ലേലൂയ. നമ്മുടെ യാത്രയിൽ ദൈവം കൂടെയുണ്ടെന്ന് വിശ്വസിക്കുക. നമ്മുടെ പ്രവർത്തന മേഖലകളിൽ ദൈവം കൂടെയുണ്ടെന്ന് വിശ്വസിക്കുക. ആമേൻ. നമ്മൾ ഭവനത്തിലായിരിക്കുമ്പോൾ ദൈവം കൂടെയുണ്ടെന്ന് വിശ്വസിക്കുക. നമ്മുടെ തലമുറകൾ ഭവനം വിട്ട് ജോലിക്കായി പഠനത്തിനായിട്ട് കടന്നു പോകുമ്പോൾ അവരുടെ കൂടെ ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുക. പ്രൈസ് ദി ലോർഡ്. വിശ്വാസത്തിന്റെ ഉള്ളിൽ കർത്താവ് ചിലതൊക്കെ നമുക്ക് വേണ്ടി ചെയ്യുവാനിടയാകും. ഏറ്റവും അവസാനം യേശു കല്ലറയ്ക്കലെത്തി. അപ്പോൾ മാർത്ത പറയുന്ന ഒരു കാര്യമുണ്ട്. നാല് ദിവസമായി നാറ്റം വെച്ച് തുടങ്ങിയിരിക്കുന്നു. അതൊരു മാനുഷികമായ ഒരു വാക്കുകളാണെന്ന് ഒരു പക്ഷേ നമുക്ക് തോന്നാം. ഏതൊരു മനുഷ്യനും അത് തന്നെ പറയുകയുള്ളൂ. കൊണ്ടടക്കിയിട്ട് 4 ദിവസമായ പിന്നെ അതുപോലെ കിട്ടുകയില്ലല്ലോ, നാറ്റം വെച്ച് തുടങ്ങും. അത് വിശ്വാസമില്ലായ്മയുടെ പ്രഖ്യാപനമല്ല. അതേ മാർത്തയോട് ദൈവം പറഞ്ഞൊരു കാര്യമുണ്ട്, നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ മറിയ പറഞ്ഞൊരു കാര്യമുണ്ട്, അതെ ഞാൻ വിശ്വസിക്കുന്നു, പുനരുത്ഥാനത്തിൽ എന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ഒരു ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ചുള്ള വിശ്വാസം മാർത്തയ്ക്കുണ്ടായിരുന്നു. ഇതുപോലെ കാലം നമുക്കുണ്ടോ ഒരു ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ചുള്ള വിശ്വാസം, ഒരു രൂപാന്തരത്തെ കുറിച്ചുള്ള വിശ്വാസം? ഹല്ലേലൂയ. ആ വിശ്വാസമാണ് നമ്മൾ വേർതിരിച്ച് നിർത്തുന്നത്. അനേക ക്രിസ്ത്യൻ സമുദായത്തിലുള്ള പ്രിയപ്പെട്ടവർ ഇവിടെയുണ്ട്. അവരോട് നമ്മൾ ചോദിച്ചാൽ വ്യക്തമായിട്ടൊരു ആൻസർ പറയുവാൻ അവർക്ക് കഴിയുന്നില്ല. നീ ക്രിസ്ത്യാനിയായി ജീവിക്കുന്നത് എന്തുകൊണ്ടാണ്? അവർക്ക് ഉത്തരവില്ല. എന്നാൽ വിശ്വാസികളായി നമുക്കൊരു ഉത്തരവുണ്ട്. ഞാൻ ക്രിസ്തുവിനെ വിശ്വസിച്ചിരിക്കുന്നത്, ഞാൻ ക്രിസ്തുവിനെ അംഗീകരിച്ചിരിക്കുന്നത്, ക്രിസ്തുവിനെ ഞാൻ ചുമക്കുന്നതിന് പിന്നിൽ, ക്രിസ്തീയ വിശ്വാസത്തിൽ അടിയുറച്ച് നിൽക്കുന്നതിന് പിന്നിൽ, ഹല്ലേലൂയ, ആമേൻ, എനിക്കൊരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്, ഇല്ലെങ്കിൽ ഒരു പുനരുത്ഥാനം എനിക്ക് വേണ്ടി കർത്താവ് വെച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. അത് നമുക്ക് ഈ നാളുകളിൽ അത് ഉറപ്പുവരുത്തുന്നവരായിരിക്കണം. കാരണം ഈ സന്ദേശം ഈ കാലഘട്ടത്തിൽ ഏറ്റവും ആവശ്യമായിരിക്കുന്നു. എന്താണ് അതിന്റെ പിന്നിൽ? നമ്മുടെ കർത്താവ് വരാറായി എന്നുള്ളത് മാത്രമാണ്. ഓരോ പ്രിയപ്പെട്ട ഒരു പലകാരികൾ കണക്കുകൂട്ടി മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. കണക്കുകൂട്ടി പാണ്ഡികശാലകൾ പണിത് അതിൻ്റെ ഉള്ളിൽ ധാന്യങ്ങൾ ശേഖരിച്ച് തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക എന്നൊക്കെ ചിന്തിച്ച് വിചാരിച്ച് മുന്നോട്ട് പോകുന്നവർ, ആ വിചാരത്തിൽ മുന്നോട്ട് പോകുന്നവർ ഒരു സംഭവത്തെ മറന്നു മുന്നോട്ട് പോകുകയാണ്. എന്താണ് ഈ ഉലകത്തിൽ സംഭവിക്കുവാനുള്ള ഏറ്റവും വലിയ സംഭവം എന്ന് പറയുന്നത്? എന്റെ കർത്താവിന്റെ വരവാണ്. ഹല്ലേലൂയ. ഇതാ ലാസറിന്റെ കല്ലറയ്ക്കൽ എത്തിയിട്ട് ലാസറേ പുറത്തു വരിക എന്ന് പറഞ്ഞു. അപ്പോ കല്ല് ഉരുട്ടി മാറ്റി, കല്ല് മനുഷ്യർ ഉരുട്ടി മാറ്റി, അവന്റെ ശരീരം വരിഞ്ഞു മുറുക്കി കെട്ടിവെച്ചിരിക്കുകയാണ്. ആ കെട്ടുകളെ അഴിക്കുവാൻ ആമേൻ സ്തോത്രം മനുഷ്യരോട് പറയുകയാണ് കർത്താവ്. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റപ്പോൾ ആരും യേശുവിന്റെ കെട്ടുകൾ അഴിച്ചു കളഞ്ഞില്ല. അത് തനിയെ മാറി. അത് രൂപാന്തര ശരീരമായിരുന്നു. എന്നാൽ ലാസറിന്റെ ശരീരമോ രൂപാന്തര ശരീരമല്ല, കേവലം ഒരു ജഡീക ശരീരമായതുകൊണ്ട് ആ കെട്ടുകൾ മനുഷ്യരഴിച്ചു മാറ്റേണ്ടതായിട്ട് വന്നു എന്നുള്ളതാണ്. ഹല്ലേലൂയ. ഇത് പകൽക്കാലം പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മളെ തെരഞ്ഞെടുത്ത ദൈവമാണ്. നഷ്ടപ്പെട്ടു പോയെന്ന് ചിന്തിച്ച ശിഷ്യന്മാരുടെ അടുക്കിലേക്ക് കടന്നു ചെന്നിട്ട് ഹല്ലേലൂയ പ്രാതൽ കൊടുത്തവർക്ക് ആവശ്യമായത് കൊടുത്തിട്ട് ഒരു വലിയ ദൗത്യത്തിനു വേണ്ടി ദൈവം അവരെ ശക്തീകരിച്ചു. കാരണം ആമേൻ ലൂക്കോസ് സുവിശേഷം 5-ാം അധ്യായത്തിൽ പറയുന്ന പത്രോസ് പറയുന്ന ഒരു കാര്യമുണ്ട്.
പത്രോസേ, നീ ഇനി മനുഷ്യനെ പിടിക്കുന്നവരാകും. ആ ഒരു ദൗത്യമാണ് പത്രോസിന് വെച്ചിരിക്കുന്നത്. അവൻ മീനെ പിടിക്കുന്നവനായിട്ട് തീരുവാനല്ല, ആ ദൗത്യത്തിലേക്ക് വീണ്ടും രണ്ടാമത് കടന്നു വന്നിട്ട് പത്രോസിനെ പുറത്തു കൊണ്ടുവരുന്നു, മറ്റു ശിഷ്യന്മാരെ പുറത്തു കൊണ്ടുവരുന്നു. ഹല്ലേലൂയ. നമ്മെ ചിലരെ പിടിക്കുവാൻ വേണ്ടി ദൈവം നമ്മളെ നിർത്തിയിരിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ് മനുഷ്യനെ പിടിക്കുന്നത്? എന്തെങ്കിലും കാര്യസാധ്യത്തിന് വേണ്ടിയാണോ? എന്തെങ്കിലും നന്മകൾ ഈ ഭൂമിയിൽ അനുഭവിക്കുവാൻ വേണ്ടിയാണോ? അല്ല. മനുഷ്യനെ പിടിക്കുന്ന മനുഷ്യനും നിത്യതയിലെത്തുവാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ. നിത്യതയിൽ ആ ഒരു ലക്ഷ്യം മാത്രം നമുക്കുണ്ടായിരിക്കട്ടെ. നമ്മൾ പിടിക്കുവാൻ പോകുന്ന മനുഷ്യൻ, ആ ആത്മാവ് എങ്ങനെയെങ്കിലും നിത്യതയിലെത്തണം. ആ ഒരു ലക്ഷ്യത്തോടെ, ആ ഒരു കാഴ്ചപ്പാടോടുകൂടെ പ്രവർത്തിക്കുവാൻ, ഓടുവാൻ, അധ്വാനിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ ഒക്കെ നമുക്ക് കഴിയട്ടെ. ഈ നാളുകളിൽ ദൈവം നൽകി തന്നിരിക്കുന്ന എല്ലാ ശുശ്രൂഷകളും ഹല്ലേലൂയ ആത്മാക്കളെ നിത്യതയിൽ എത്തിക്കുന്നതിന് മുഖാന്തരമായി തീരട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ കരുതൽ അനുഭവിപ്പാൻ, ദൈവത്തിന്റെ നന്മ അനുഭവിപ്പാൻ സ്വർഗത്തിലെ കർത്താവ് നമുക്ക് കൃപ നൽകട്ടെ. നമ്മുടെ കർത്താവ് വരാറായി. ആ വരവിനായി ഒരുങ്ങട്ടെ. അതിനുവേണ്ടി വിശുദ്ധിയോട് വേർപാടോട് കാത്തു നിന്നുകൊണ്ട് നമുക്ക് ലഭ്യമാകുന്ന സമയം കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ അരുമനാഥനായ ദൈവം നമുക്ക് കൃപ നൽകട്ടെ. ഞങ്ങളുടെ പരിശുദ്ധ പിതാവേ, മനോഹരമായിരിക്കുന്ന നല്ല പകലിനായി, സന്ധ്യായാമത്തിനായി ഞങ്ങൾ സ്തോത്രം. ഈ ഫേസ്ബുക്ക് പേജിലൂടെ ദൈവം ഞങ്ങളോട് സംസാരിച്ചതിനായി സ്തോത്രം. ഈ വചനത്തിന് മുമ്പാകെ അപ്പാ ഞങ്ങളെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അധ്വാനിച്ചവരുടെ നടുവിലേക്ക് അവിടുന്ന് ഇറങ്ങി ചെന്ന് ഹല്ലേലൂയ അവരുടെ ശാരീരിക ബലഹീനതകൾ മനസ്സിലാക്കിയും ക്ഷീണം മനസ്സിലാക്കി പ്രാതൽ കൊടുത്ത ദൈവം കർത്താവേ, ഞങ്ങൾക്ക് എന്തെല്ലാം അറിയുന്ന ഒരു കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ നൽകുന്ന വിടുതലുകൾ ഞങ്ങൾ ഓർക്കുന്നു, കരുതലുകൾ ഞങ്ങൾ ഓർക്കുന്നു. സ്തോത്രം. മാർത്തയുടെ വിശ്വാസത്തെ പുറത്തു കൊണ്ടുവന്ന ദൈവം കർത്താവേ, ഞങ്ങളുടെ ഉള്ളിലായിരിക്കുന്ന വിശ്വാസം പുറത്തു വരുന്ന എല്ലാ പരിശോധനകളിലും ക്ഷീണിച്ചു പോകാതെ അതിനെ പുറത്തുകൊണ്ട് ആത്മാവിൽ ജീവിതം നയിപ്പാൻ ദൈവം ഞങ്ങൾക്ക് കൃപ നൽകണമേ. ഈ അങ്ങയുടെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്ന ഈ നാളുകളിൽ ഞങ്ങൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും അനേകര് നിത്യതയ്ക്കായി ഒരുങ്ങുന്നതിന് കാരണമാക്കി എൻ്റെ കർത്താവ് തീർക്കണമേ. അതാ ഞങ്ങൾ ഒന്നുമില്ല എന്ന് സംബോധിക്കുന്നു. പരിശുദ്ധാത്മാവ് ഞങ്ങളെ ഉപയോഗിക്കും, ഞങ്ങളെ ശക്തീകരിക്കും, ഞങ്ങളെ ബലപ്പെടുത്തും. പ്രത്യേകിച്ച് ഹല്ലേലൂയ ഈ പ്രത്യേകമായിരിക്കുന്ന ആത്മീക പ്രവർത്തനങ്ങളെ ദൈവം അനുഗ്രഹിക്കണമേ. അനേക പ്രിയപ്പെട്ടവർ വചനത്തിൽ ഉറയ്ക്കുന്നതിന്, ഹല്ലേലൂയ ദൈവത്തിന്റെ വരവിനായി ഒരുങ്ങുന്നതിന്, അനേകരെ രക്ഷിക്കപ്പെടുന്നതിന് ഈ ഫേസ്ബുക്ക് പേജ് കർത്താവേ അത് ദൈവനാമ മഹത്വത്തിനായി പിന്നെയും അവിടുന്ന് ഉപയോഗിക്കേണ്ടതിനായി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. റോസലി ആന്റിക്കായി, തന്റെ കുടുംബത്തിനായി, ഹല്ലേലൂയ രാത്മീനായിരിക്കുന്ന എല്ലാ വാത്സല്യ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ട ദൈവസ്നേഹത്തിനായി നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന്റെ വരവിനായി ഒരുങ്ങാം, കർത്താവിന് വേണ്ടി പ്രവർത്തിക്കാം. ഈ അവസരം നൽകിയ കർത്തൃദാസിയോട് നന്ദി പറയുന്നു. ഗോഡ് ബ്ലസ് യു ഓൾ.